മുസ്ലിം ലീഗ് മറ്റേ നിങ്ങൾ എതിർത്തുകൊണ്ടിരുന്ന ജമായത്ത് ഇസ്ലാമിയുമായിട്ട് അവരുടെ പൊളിറ്റിക്കൽ ഓർഗനായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായിട്ട് നീക്കുപോക്കുണ്ടാക്കുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് 24-ൽ അനുവദിച്ച അഭിമുഖത്തിൽ നേരിട്ട് ബന്ധങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും ചില നീക്കുപോക്കുകളുണ്ടെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ തന്നെ ഇന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ മുന്നണിയിലുള്ള ഒരു കാലത്തും അവർ അനാവശ്യമായ ഇടപെടൽ നടത്തുകയോ മറ്റ് സമുദായങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഒന്ന്. രണ്ട്, ആരാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത്രയും കാലം സംരക്ഷണം കൊടുത്തത്? അവരുമായി രാഷ്ട്രീയമായും ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയത് CPM ആണ്. അവരുടെ വോട്ടുകൾ വാങ്ങിച്ചിട്ടുള്ളവരാണ്, അവരെ സഹായിച്ചിട്ടുള്ളവരാണ്. SDPIയെയും അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയും കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടുള്ളത് CPM ആണ്. ഞങ്ങൾ അവരുമായിട്ട് യാതൊരു രാഷ്ട്രീയ ബാന്ധവുമില്ല, ഐക്യജനാധിപത്യത്തിനുള്ള ഭാഗവുമല്ല അവർ. അങ്ങനെ മുസ്ലിം ലീഗ് ഏതെങ്കിലും തരത്തിൽ നീക്കുപോക്കുണ്ടാക്കിയാൽ നിങ്ങൾ എതിർക്കുമോ? അല്ല, പ്രാദേശിക അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില വ്യക്തികളുമായിട്ടും സംഘടനകളുമായിട്ടൊക്കെ നീക്കുപോക്കൊക്കെ വരാൻ, അത് ഇതുമാത്രമല്ല, സാധാരണഗതി ഉണ്ടാകാറുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ജമായത്ത് ഇസ്ലാമിയുടേത് പറഞ്ഞു. PDPയുടെ അബ്ദുൽ നാസർ മദനിയുമായിട്ട് പിണറായി വിജയൻ വേദി പങ്കിട്ടതിൻ്റെ പേരിൽ ഭൂരിപക്ഷ വോട്ടുകൾ CPMന് കേരളത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് UDFന് അറിയാമല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള നീക്കങ്ങൾ അദ്ദേഹം 3 മണിക്കൂർ കാത്തിരുന്നു മദനി വരാൻ വേണ്ടി. പൊന്നാനിയിൽ ആ യോഗത്തിൽ പിണറായി വിജയൻ 3 മണിക്കൂർ കാത്തിരുന്നു മദനി വരാൻ വേണ്ടി. അതൊന്നും കേരളത്തെ ജനങ്ങൾ മറന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ വർഗീയത തെരഞ്ഞെടുപ്പിൽ ആളി കത്തിക്കുന്ന CPM.